ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് നമ്മൾ പൂരിയുടെയും ഭട്ടൂരിയുടെയും ഒപ്പം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ചന മസാല അഥവാ ചോലെ മസാലയുടെ റെസിപ്പിയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ആ ഒരു ടേസ്റ്റ് വരുന്നതാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ പോകുമ്പോൾ പൂരിക്കൊപ്പം കിട്ടുന്ന വെള്ളക്കടലയുടെ ഒരു കറി ഉണ്ടല്ലോ, ആ കറിയാണ്. അപ്പം അത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഇന്നലെ രാത്രിയിലേതാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇതുപോലെ 2 കപ്പ് കടലയെടുത്ത് വെള്ളക്കടലയെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നിറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദേ ഇന്ന് രാവിലെ ആയപ്പോൾ കണ്ടോ, ഇത് ഇത്രയും കുതിർന്ന് നന്നായിട്ട് സോക്കായി ഇരിപ്പുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ആദ്യം അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. 3 തക്കാളി, 2 സവോള, ഒരു ചെറിയ തുട്ട് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കാം. ഇഞ്ചി 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സവോള ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളി. ഇതൊന്നും ഒരു കറക്റ്റ് അളവിന് കട്ട് ചെയ്യണമെന്നില്ല. ഉള്ളി അരിഞ്ഞത് കാണിക്കാത്തത് കൊണ്ട്, റെക്കോർഡ് ആവാത്തത് കൊണ്ട് അതെടുത്ത് കാണിച്ചതാണേ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ഇത്രയും നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കടലയിലേക്ക് 1 വറ്റൽമുളക്, 2 ഏലക്ക, 3 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ അരച്ചു കൊണ്ടുവന്ന ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അടച്ച് നമുക്ക് ഗ്യാസ് കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വന്നപ്പോൾ വിസിലിട്ട് കൊടുത്തു. ഇനി ഇതൊരു 8 വിസിലടിക്കണം. 8 വിസിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് റിലീസ് ആയതിനു ശേഷം നമുക്ക് കുക്കർ തുറക്കാം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ ഇത് കുറേ നേരമായി, പ്രഷറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ദേ നന്നായിട്ട് നമ്മുടെ കറി ദേ ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്, വെള്ളം പോലെ, കഷ്ണം പ്രത്യേകമായിട്ടാണ്. ഇനി ഇതിൽ ഒരു സ്മാഷർ വെച്ച് കൊടുക്കുക, എന്നിട്ട് അത് വെച്ച് ഉടച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ അതേ കണ്ടോ, ഇപ്പം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ സ്മാഷർ ഉപയോഗിച്ച് നമ്മൾ ഈ കടല ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കുറുകി വരാൻ തുടങ്ങും. അതങ്ങ് നമുക്കത് ഉടയും തോറും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതേ കണ്ടോ, ഇപ്പം നന്നായിട്ട് കുറുകിയ ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വിളമ്പാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം, പുളി എങ്ങാനും കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഒരല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഉപ്പും ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇപ്പോൾ പാകത്തിനുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടല്ലോ, ഒറ്റ കുക്കർ ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് എളുപ്പവുമാണ്. നമുക്ക് രാവിലെയൊക്കെ താമസിച്ച് എണീറ്റാലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പം ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട്, ഒരു എളുപ്പത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thank you for watching.